ഗൈസ്, ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസം ഉണ്ടോ. വേറൊന്നല്ല, എനിക്കിന്ന് എൻ്റെ അപ്പൻ്റെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റി. ഇതൊക്കെ ഞാൻ ജോലി കിട്ടിക്കഴിഞ്ഞ് ഉടനെ ചെയ്യണം എന്ന് വിചാരിച്ച കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് സമയവും സന്ദർഭവും ഒത്തു വന്നത്. ഞാനൊക്കെ പണ്ട് പഠിക്കുന്ന സമയത്ത്, അതായത് വീട്ടിൽ നിന്ന് ഞാൻ എറണാകുളത്ത് പഠിക്കാം. അപ്പം അന്ന് എൻ്റെ വീട്ടിൽ നിന്ന് അവിടെ വരെ പോകണമെന്നുണ്ടെങ്കിൽ 75 പൈസ അങ്ങോട്ടും 75 പൈസ ഇങ്ങോട്ടും പോവാം ബസ്സിൽ. അപ്പൊ ആ പൈസക്കൊക്കെ പോയ ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, ചിലപ്പോൾ അവർക്ക് ലേറ്റ് ആവും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ 1.50. എൻ്റെ അമ്മ ഒരു പിശിക്കായതുകൊണ്ട് കറക്റ്റ് 1.50 എൻ്റെ അമ്മ തരുള്ളൂ. ചിലപ്പോൾ അപ്പനോട് വാശി പിടിച്ച് സംസാരിച്ച് ചിലപ്പോൾ 2 രൂപ വരും. അപ്പൊ ഈ 2 രൂപ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വേണം അങ്ങോട്ടേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 8-8 കിലോമീറ്റർ ഉണ്ടാവും. ഈ 2 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നടന്നു പോകും. എന്നിട്ട് അവിടെ നമ്മുടെ കുഴുവര് എന്നെ പഠിപ്പിച്ചൊരു മാഷുണ്ട്, നാരായണ മാഷ് എന്ന് പറഞ്ഞിട്ട്. ആളുടെ വീടിൻ്റെ പഠിക്കാൻ വെച്ച് അവിടെ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ആളുടെ ബൈക്കിൽ കൈ കാണിച്ചിട്ട് ആളുടെ ബൈക്കിൽ കയറി സ്കൂളിൽ പോകും. അപ്പൊ ആ 1 രൂപയ്ക്ക് ഞാൻ മിഠായി അടിച്ചു അവിടെ നിന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ആളുടെ ബൈക്കിന് വരും, അല്ലെങ്കിൽ നടന്നു വരും. എന്നിട്ട് 1 രൂപയ്ക്ക് മിഠായി അടിച്ചു. അപ്പൊ അങ്ങനെ 2 രൂപ മിഠായി അടിച്ചു പോകും. അപ്പൊ ഇങ്ങനെ ബസ്സിനും നടന്നും ലിഫ്റ്റൊക്കെ അടിച്ചാണ് സ്കൂളിൽ പോയിട്ടിരുന്നതാണ്. അങ്ങനെ ഒരു ദിവസം എല്ലാവർക്കും സൈക്കിളൊക്കെ ആയി, നമുക്ക് മാത്രം സൈക്കിളില്ല. അപ്പൊ നമ്മുടെ അപ്പം വരും കൽപ്പണിക്കാരനാണ്, അത്രയ്ക്ക് വലിയ വരുമാന സ്രോതസ്സൊന്നും മൂപ്പര കയ്യിലില്ല. അപ്പൊ നമുക്കറിയാലോ നമ്മുടെ അപ്പന്റെ അവസ്ഥ എന്നതൊക്കെ. ഒരുപാട് വാശി പിടിക്കാനൊന്നും പോയില്ല, ഒരു സൈക്കിൾ വേണമെന്ന് അങ്ങനെ പറഞ്ഞു. അമ്മ പറഞ്ഞു സൈക്കിളൊന്നും ഇവിടെ പറ്റില്ല, ഇവിടെ ഇത്ര വരുമാനമുള്ളൂ, ഇതാണൊക്കെ അമ്മ എന്ന് പറയും. അമ്മ പറയണത് നമ്മൾ വിലക്ക് എടുക്കാറില്ല, കാരണം അമ്മ പിശിക്കാന്ന് പറയാലോ, അമ്മ അർപ്പിശിക്കാണ്. അങ്ങനെ ഞാനിത് ഇന്നിങ്ങനെ പറയും, ഇതിന്റെ പേരിൽ വാശി പിടിക്കാനും പട്ടിണിയെടുക്കാനൊന്നും പോയില്ല. അങ്ങനെ ഒരു ദിവസം സ്കൂള് വിട്ട് നടന്ന് അലഞ്ഞു തിരിഞ്ഞ് വരുമ്പോ ആ വീടിന്റെ കോലറാത്തൊരു സൈക്കിൾ ഇരിക്കണം. പിന്നെ അപ്പൻ എനിക്കൊരു സർപ്രൈസ് ആയിട്ട് സൈക്കിൾ മേടിച്ച് ചോദിച്ചു. 1 സൈക്കിളാണ്, ഹെർക്കുലീസിന്റെ. അന്നേ ഞാൻ മനസ്സിൽ കുറിച്ചാണ്, എന്തെങ്കിലും പഠിച്ച് ജോലിയൊക്കെ മേടിച്ച് കഴിയുമ്പോൾ എൻ്റെ അപ്പനൊരു റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റ് വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ളൂ. പക്ഷേ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ പല കാര്യങ്ങളിലും പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നു. അപ്പൊ അപ്പന്റെ സ്വന്തം ചോരല്ല ഞാനും. എനിക്കും ആളുടെ അതേ വാശി, ആളുടെ ദേഷ്യമൊക്കെ ഉണ്ട്. എന്ത് തെറ്റ് അപ്പൻ ചെയ്താലും അത് കണ്ണടച്ച് ക്ഷമിക്കുകയാണെന്ന് എനിക്ക് പറ്റില്ല, എൻ്റെ അപ്പനും പറ്റില്ല, അപ്പൊ എനിക്ക് ഒട്ടും പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആയ സമയത്ത് നമ്മുടെ ഈ പല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ നമ്മൾ മണ്ണിട്ട് അങ്ങോട്ട് കുഴിച്ചു മൂടി. അൽഹംദുലില്ലാ നൗ ഓക്കെയാണ്, സെറ്റാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ അപ്പൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പൊ ബുള്ളറ്റ് മാൻലി ആണല്ലോ, ബുള്ളറ്റാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ എൻ്റെ കയ്യിൽ ഒരു 650 ഞാൻ എടുത്തിരിക്കുന്നുണ്ട്, അത് അപ്പൻ എപ്പോഴും എടുത്ത് ഓടിക്കും. അപ്പൊ ഇപ്പൊ ആൾക്ക് 10-60 വയസ്സ് കഴിഞ്ഞു. അപ്പൊ അതിങ്ങ് ഓടിക്കൽ കുറച്ച് പ്രാക്ടിക്കലല്ല, അമ്മേനെ കൊണ്ട് പലയിടത്തും പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അമ്മയായിട്ടൊരു ദിവസം ഇങ്ങനെ പറഞ്ഞു, അമ്മയായിട്ട് പറയാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറയിപ്പിച്ചായിരിക്കും. അപ്പൻ എന്തൊരു അഭിമാനിയാണ്, നമ്മളോട് അങ്ങനെ ഒന്നും പറയില്ല. അപ്പൊ അമ്മ പറഞ്ഞടാ മോനെ, നമുക്ക് ഇങ്ങനെ കുറെ സ്ഥലത്തൊക്കെ പോകണം, നിന്റെ വണ്ടിയൊന്നും അപ്പനെ ഓടിക്കാൻ പറ്റില്ല, നീ വല്ല ചെറിയ സ്കൂട്ടറോ എന്തെങ്കിലും ഒന്ന് മേടിച്ചു കൊടുക്ക് എന്നൊക്കെ അമ്മേനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മ പറയണ്ട, ഇതൊന്നും നിങ്ങൾ പറയണ്ട, ഇതൊക്കെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ, എനിക്കറിയാം ചെയ്യാൻ, ഞാൻ ചെയ്തോളാം പറഞ്ഞു. ഇതൊന്നും അമ്മേനെ കൊണ്ട് മുഴുവിപ്പിക്കാനൊന്നുമില്ല. ഞാൻ നമ്മുടെ റിവറിൻ്റെ ഒരു കുറെ സെർച്ച് ചെയ്തിട്ടാ ബാറ്ററി ബൈക്ക് ഓർഡർ ചെയ്തു, ബൈക്കല്ല സ്കൂട്ടർ ഓർഡർ ചെയ്തു. അങ്ങനെ ആ സ്കൂട്ടർ ഇന്ന് അപ്പന് ഞാൻ മേടിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ മേടിച്ചു കൊടുക്കാൻ നേരത്ത് ഞാൻ ആ ഷോറൂമാരോട് ഞാൻ ആകെ ആവശ്യപ്പെട്ട കാര്യം ഇതുണ്ടോ, എൻ്റെ അപ്പനും അമ്മയ്ക്ക് വണ്ടി ഡെലിവറി ചെയ്യുമ്പോൾ എനിക്കൊരു വീഡിയോ എടുത്ത് അയച്ചു. എനിക്കതൊരു മെമ്മറി ആയിട്ട് വെക്കാൻ വേണ്ടിയില്ല. അപ്പൊ എൻ്റെ ആഗ്രഹം, എൻ്റെ സ്വപ്നം എന്ന് പറയാൻ എൻ്റെ അപ്പനൊരു ബുള്ളറ്റ് വാങ്ങിച്ചു കൊടുക്കണം എന്നായിരുന്നു. പക്ഷെ അത് നടന്നില്ല. പിന്നെ വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞു പോയോണ്ട് അപ്പനും പ്രായമായി. അപ്പൊ ഇനി ബുള്ളറ്റ് മേടിച്ച് ഓടിച്ചടക്കലൊക്കെ ചിലപ്പോൾ കുറച്ച് പാടായിരിക്കും, അമ്മനെ കയറ്റി പോകാനൊക്കെ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വണ്ടി ഞാൻ ഓർഡർ ആക്കിയത്. അപ്പൊ ആ വണ്ടിന്ന് ഡെലിവറി ആയിരുന്നു. ആ ഒരു വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തന്നു. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പണ്ടത്തെ കുറെ കാര്യങ്ങൾ ഓർമ്മ വന്നു. കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് നിർബന്ധിക്കാണ്ട് തന്നെ എനിക്ക് എൻ്റെ അപ്പൻ സാധിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ആൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ചില നേരത്തെ സ്വഭാവങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇതൊന്നും നമ്മൾ മൈൻഡിൽ വെക്കാറില്ല. അപ്പൊ നിങ്ങൾ കാണുമ്പോൾ എപ്പോഴും ചോദിക്കാറുണ്ടല്ലോ, അപ്പനില്ലേ അമ്മ വീഡിയോയിൽ അമ്മയില്ല എന്നൊക്കെ ചോദിക്കാറില്ലേ. ഇത് ഞാനും എൻ്റെ അപ്പനുള്ളൊരു വാശിയുടെ പ്രശ്നം കൊണ്ടാണ്. അപ്പൊ ആ ചോരന്നെ ഞാനായതുകൊണ്ടും പല കാര്യങ്ങള് ഞാൻ വിട്ടുവീഴ്ച ചെയ്യില്ല, എൻ്റെ അപ്പനെ ഒട്ടും ചെയ്യില്ല. ഇന്ന് ഞാനിത് മേടിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്യുന്നു.
അപ്പം അമ്മ പറഞ്ഞു ഇവിടെ ഒരുപാട് സന്തോഷമായി, ഒരുപാട്. ഞാൻ അപ്പം പറയണം എനിക്ക് ചത്താലും വേണ്ടില്ല എന്ന് പറയണം. ഇതൊന്നും നമുക്ക് മേടിച്ചു കൊടുക്കാൻ കഴിവില്ലാണ്ടോ പറ്റാണ്ടല്ല, പക്ഷെ അതെന്റെ അപ്പം മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ എനിക്ക് 2 മക്കൾ വളർന്നവരുണ്ട്. നിങ്ങൾ കുറെ പേര് ചോദിച്ചു മക്കളെ നാട്ടിൽ എത്തിയെന്ന്. മക്കള് നാട്ടിൽ കേട്ടെ, നാളെ കല്യാണം കഴിഞ്ഞാൽ അവർക്കും വേറെ ഭാര്യയൊക്കെ ആയിട്ട് അവർക്ക് തിരിച്ചു പോകണ്ടേ? എന്നും നമ്മുടെ കഷത്തി വെച്ചാൽ മതിയാ? അല്ല, അവര് കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ അവർക്കൊരു ജീവിതം വേണം. എന്നും നമ്മുടെ കൂടെ തന്നെ നിർത്തി അവർ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോഴും നമ്മളിരുന്ന് ഭരിച്ച് നമ്മുടെ കാര്യങ്ങൾ നോക്കി നടന്നാൽ മാത്രം മതിയാവും. അവർക്കൊരു ലൈഫ് വേണം എന്നുള്ള ചിന്താഗതി എനിക്കുണ്ട്. അത് മറ്റുള്ളവർക്കും വേണം. അപ്പൊ അത് പലരും മനസ്സിലാക്കണില്ലേ. അതാണ് കമന്റ് ബോക്സിൽ വന്നിട്ട് കുറെ പേര് മക്കൾ എന്ത് ചെയ്യും, മക്കളെ കൊണ്ടുവരാണ്ട് എങ്ങനെ സന്തോഷമായിട്ട് നിൽക്കണേ? മക്കളില്ലെങ്കിൽ ഇപ്പൊ എന്താ പ്രശ്നം? മക്കള് നാട്ടിലെ അമ്മയുടെ അപ്പനോട് സുഖമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ മക്കൾ എന്ന് പറഞ്ഞവർ നാളെ അവരവരുടെ സുഖം തേടി അല്ലെങ്കിൽ അവരുടെ ലൈഫ് നോക്കി പോകും. അപ്പോഴും നമ്മുടെ കൂടെ നമ്മുടെ ഭാര്യ ഉണ്ടാവുള്ളൂ. നമ്മൾ നോക്കുമ്പോ നമ്മുടെ പാർട്ട്ണറെ സംതൃപ്തി സന്തോഷം നോക്കുക. അപ്പനമ്മ വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞ. അപ്പനും അമ്മയും ഒരു പരിധി വിട്ട് മക്കളുടെ കാര്യങ്ങൾ ഇടപെടരുത്. അത് മക്കൾക്ക് നല്ലതല്ല, കാരണന്മാർക്ക് നല്ലതല്ല. ഇപ്പൊ ഞാനിത് പറയാൻ കാരണം ഇപ്പൊ എന്റെ അപ്പനെ ഏറെ കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. എന്താണ് ലൈഫ്, എങ്ങനെയാണ് ലൈഫ് എന്നുള്ളതൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യാന്ന് വിചാരിച്ചത്. എന്റെ അപ്പൻ വണ്ടി ഓടിച്ച് അവിടെ ഷോറൂമിൽ നിന്ന് വണ്ടി എടുത്ത് പോണ കണ്ടപ്പോൾ സന്ധ്യ പറഞ്ഞല്ലേ എനിക്ക് കണ്ണു പറഞ്ഞു. കാരണം എനിക്ക് പണ്ട് എൻ്റെ അപ്പൻ ചെയ്ത പല കാര്യങ്ങളും എനിക്ക് ഓർമ്മ വന്നു. മനസ്സിലായി. മൊബൈൽ വേണമെന്ന് പറഞ്ഞ് അതിലൊക്കെ ഞാൻ വാശി പിടിച്ച് കയറിയിട്ടുണ്ട്, കിട്ടിയിട്ടൊന്നുമില്ല. അത് കുറെ കഴിഞ്ഞാൽ കിട്ടിയാണ്. പക്ഷെ ഈ സൈക്കിള് ഇത് ഞാൻ എൻ്റെ അപ്പൻ ചിലപ്പോൾ മറന്നുണ്ടോ, പക്ഷെ ഞാൻ മറന്നല്ലേ. കാരണം ഞാൻ സ്കൂള് വിട്ട് അതേപോലെ 1 രൂപയുടെ മിഠായി മേടിച്ചിരുന്നത് തെണ്ടി തിരിഞ്ഞ് തുപ്പല് പറ്റി വീട്ടിൽ വരുമ്പോ ഇറയത്തി സൈക്കിളാണ്. സൈക്കിള് മുത്തൊക്കെ ഇട്ട് വെച്ചിങ്ങനെ വെച്ചേക്കുക. അന്ന് ഞാൻ മനസ്സിൽ കുറിച്ച കാര്യമാണത്. അപ്പൊ അത് നടന്നു. അപ്പൊ അതെനിക്ക് അന്നുണ്ടായ ഒരു സന്തോഷം ചിലപ്പോ എൻ്റെ അപ്പന് ഇന്ന് ഉണ്ടാവണമെന്നില്ല. കാരണം ഇന്ന് എൻ്റെ അപ്പൻ ഈ ഒരു പ്രായത്തിന്റെ ഇടയ്ക്ക് പല വണ്ടികളും ഓടിച്ചിട്ടുണ്ട്, പല വണ്ടികളും കൈമാറി പോയിട്ടുണ്ട്. സ്വന്തമായിട്ട് ഇപ്പൊ എൻ്റെ അപ്പന് അത് മേടിക്കാനുള്ള ഒരു പ്രാപ്തി ഇപ്പം ഇല്ല. പക്ഷെ മക്കൾക്ക് ഉണ്ട്, എനിക്ക് വേണ്ടി അനിയനൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളത് ചെയ്ത് കൊടുക്കാത്ത എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പൻ കുറെ കാര്യങ്ങൾ പഠിക്കാനായിരുന്നു. എൻ്റെ അപ്പന് പഠിച്ചിട്ടോ, ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അപ്പം പഠിച്ചു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കാര്യം ചെയ്തത്. ഞാൻ എൻ്റെ അപ്പനെ കുറ്റം പറയണത് കളിയാക്കിയൊന്നുമല്ല. കാരണം ആൾക്ക് കുറേ കാര്യത്തിൽ ഭയങ്കര പിടിവാശിയും ദേഷ്യവും ഇതൊക്കെയാണ്. ഇത് കുറേയൊക്കെ ഞാൻ മാറ്റാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ അത് മാറ്റാൻ നോക്കിയാലും അത് മാറാൻ പോകില്ല. അത് ഇനി അങ്ങനെ തന്നെ പോവുള്ളൂ. പക്ഷെ അതിന്റെ പേരിൽ നമ്മൾ തന്നെ നമ്മുടെ സന്തോഷങ്ങൾ ആഗ്രഹങ്ങൾ വേണ്ടാക്കണം. അപ്പൊ അതുകൊണ്ട് ഞാനത് സാധിച്ചു കൊടുത്തു. അതിന്റെ വീഡിയോ ഇപ്പോൾ ഇവിടെ വരും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് പോയി നാട്ടിൽ പോയിട്ട് ഞാനായിട്ട് എടുത്തിട്ട് സർപ്രൈസ് കൊടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ഇപ്പോഴത്തെ ടിക്കറ്റിന്റെ വില സാഹചര്യം കണക്കിലെടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്ന കാശുണ്ടെങ്കിൽ എനിക്കൊരു വണ്ടി വേറെ മേടിക്കാം. അതുകൊണ്ട് സർപ്രൈസ് ഒക്കെയാണെന്ന് നിന്നില്ല. അപ്പനോട് കാര്യം പറഞ്ഞു, എന്നെ പോലെ വണ്ടി ഒരെണ്ണം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അപ്പം പോയി നോക്കി ആദ്യം ഓടിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ അപ്പം പോയി ഓടിച്ചു നോക്കി. അപ്പന് ഇഷ്ടമായി, വണ്ടി ഇഷ്ടമായി. അപ്പം ഇത് എന്ന് കിട്ടും, എവിടെ കിട്ടും, പൈസ എത്ര കൊടുത്തു ഒന്നും അപ്പനറിയില്ല. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇന്ന ദിവസം ഡെലിവറി എന്ന് പറഞ്ഞു. 1 മാസം ഡെലിവറി ടൈമാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷെ 1 മാസത്തിന് മേലെ പോയി. യെല്ലോ ബ്ലാക്കാണ് ഞാൻ ആദ്യം ബുക്ക് ചെയ്തിരുന്നത്. അത് വണ്ടി ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒരു 10 ദിവസം വെയിറ്റ് ചെയ്തു. അത് കിട്ടിയില്ല. ലാസ്റ്റ് റെഡും ബ്ലാക്കും എടുത്തു. അപ്പന് ഏതായാലും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ റെഡും ബ്ലാക്ക് എടുത്തു. അപ്പനത് അവിടെ നിന്ന് ഓടിച്ചു വന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാ പിള്ളേർക്കും അപ്പൻ എന്ന് പറയുന്നത് എന്തൊരു സൂപ്പർ ഹീറോ തന്നെ ആയിരിക്കും. എന്നെ വണ്ടി ഓടിക്കാൻ പ്രേരിതനാക്കിയതും വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചതും എൻ്റെ അപ്പൻ തന്നെയാണ്.